ജാതിഭേദം നമസ്കാരം. വീണ്ടും ഞങ്ങൾ വന്നിരിക്കുക. വീണ്ടും ഞങ്ങളുടെ വിഷയം നന്ദ ഗോവിന്ദ ഭജൻസിനെ കുറിച്ചാണ്. അവരെ നശിപ്പിക്കാൻ, ആ ട്രൂപ്പ് ഇല്ലാതാക്കാൻ നടത്തുന്ന ഗൂഢശ്രമം പൊളിച്ചെടുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആമുഖത്തിൽ ഒരു പാട്ട് കേട്ടല്ലേ ഷാജി? ആ പാട്ട് 1961 കാൽപ്പാടുകൾ എന്ന സിനിമയില് എം.പി. ശ്രീനിവാസൻ സംഗീത സംവിധാനത്തിൽ യേശുദാസ് ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത പാട്ടാണ്. അത് എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഒരു ഹിന്ദു സന്യാസി എഴുതിയ പാട്ട് എം.പി. ശ്രീനിവാസൻ സംഗീത സംവിധാനം ചെയ്ത് യേശുദാസ് പാടിയിട്ട് 65 വർഷം കഴിഞ്ഞു. ആ 65 വർഷം കൊണ്ട് ഒരു വിവാദങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. യേശുദാസ് പല വേദികളിലും അഭിമാനത്തോടെ ഈ പാട്ട് പാടി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആദ്യമായിട്ട് ഈ പാട്ട് പാടാൻ ജഗദീശ്വരൻ തന്ന ഭാഗ്യം വലുതാണെന്ന്. അങ്ങനെ മഹത്തായ പാരമ്പര്യം നമ്മുടെ മലയാള സിനിമയ്ക്ക്, മലയാള ഭാഷയ്ക്ക്, മലയാള സംസ്കാരത്തിനുണ്ടായിരുന്നതാണ്. അത് കുറേ തരം താഴ്ന്ന ചിന്താഗതിക്കാർ വിഷം സമൂഹത്തിലേക്ക് വമിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് വലിയ സങ്കടമാണ്. ബാക്കി സാറ് പറയും. യെസ്, നന്ദഗോവിന്ദ ഭജൻസ് അല്ലേ? ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ രംഗത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മലയാളിയും ചർച്ച ചെയ്യുന്ന നന്ദഗോവിന്ദം, അവരുടെ മതേതരത്വ സ്വഭാവം അത് പാടില്ല എന്നുള്ളതാണ് ചിലരുടെ പക്ഷം അല്ലേ? പക്ഷം. ഈ നന്ദഗോവിന്ദം ഭജൻസ് ഒരു ക്രിസ്തീയ കീർത്തനമാണ് പാടിയത്. 1870 ഒക്കെയാണ് ആ കീർത്തനം ഉണ്ടായത്. അത് ഒരു ബ്രാഹ്മണൻ CSI മിഷനിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചിട്ട് അദ്ദേഹം എഴുതിയ ഒരു പാട്ടായിരുന്നു. ഈ പാട്ട് ഈ പരദേവനാഹു എന്ന് തുടങ്ങുന്ന ഈ കീർത്തനം അദ്ദേഹത്തിന് വിദ്വാൻകുട്ടി അച്ഛൻ എന്നാണ് പിന്നീട് പേര് കൊടുത്തത്. അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു ഞാൻ പറഞ്ഞു. അത് അക്കാലത്തെ ക്രിസ്ത്യാനികൾ ആ പാട്ട് വളരെ ഏറെ വൈകാരികതയോടുകൂടി, ആത്മീയത തുളുമ്പുന്ന മനസ്സോടെ അതിനെ സ്വീകരിച്ചിരുന്നു. ആ പാട്ടാണ് വർഷങ്ങൾക്ക് ശേഷം നന്ദഗോവിന്ദം ഭജൻസ് ചെറുപ്പക്കാര് അവരുടെ ജന്മനാട്ടിൽ, അവരുടെ അമ്പലത്തില് അവര് പാടിയത്. അതാണ് ഇവിടെ പലർക്കും കുരു പൊട്ടിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ പണം വാങ്ങാതെ പാടി, അവരുടെ അമ്പലം അത്. ചിലർ ധരിച്ചിരിക്കുന്ന അമ്പലത്തിനകത്ത് പാടിയെന്നാണ്. ഇല്ല, അമ്പലത്തിന് വെളിയിലാണ്, പുറത്തായിരുന്നു. അമ്പലത്തിനകത്ത് അവരൊരു ക്രിസ്തീയ ഗാനം പാടിയെങ്കിൽ അത് തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞേനെ. അമ്പലത്തിനകത്ത് അത് പാടില്ല, ആചാരവിരുദ്ധം എന്ന് പറയാം. ആചാരവിരുദ്ധം. പള്ളിക്കകത്ത് ഹൈന്ദവ ഗാനം സമ്മതിക്കുമോ എന്ന് ചോദിച്ചാൽ ശരിയാ, ലോജിക്കില്ല. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞ ചിലര്, എല്ലാവരും അല്ല, ഇതിനകത്ത് നന്ദഗോവിന്ദം ഭജൻസിനോട് ഭയങ്കര ദേഷ്യമുണ്ട് ചിലർക്ക്. അതിന്റെ കാരണം എന്താ അറിയാം? അവരുടെ വളർച്ചയാ. എന്താ അവരുടെ വളർച്ച? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പം ഒരു ഭജന അല്ലെങ്കിൽ നാമ കീർത്തനം ചെയ്യുന്ന അല്ലെ നാമം ജപിക്കുമായിരുന്നു. വൈകുന്നേരം എല്ലാ വീടുകളിലും, ഹൈന്ദവ വീടുകളിൽ വിളക്ക് കത്തിച്ച് നാമം ജപിക്കും. ഇന്ന് അത് വളരെ അപൂർവമായ വീടുകളിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ക്രിസ്ത്യാനികളുടെ വീടുകളിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്ന് കുരിശുവരെയുണ്ട്. അത് ചിലർത്തേ ഉള്ളൂ. ഇന്ന് പുതുതലമുറയിൽപ്പെട്ടവരാരും ഇത് മുന്നോട്ട് കൊണ്ടുപോകാറില്ല. അല്ലെങ്കിൽ അതുപോലെ അച്ചടക്കമുള്ള പ്രായമുള്ളവരൊക്കെ അത് കർക്കശമായി പാലിക്കുന്ന വീടുകളിൽ മാത്രമേ ഈ പറഞ്ഞ സംഭവമൊക്കെ നടക്കാറുള്ളൂ. അപ്പൊ എന്റെ അയലോകങ്ങളിലൊക്കെ വളരെ കുറഞ്ഞു. അപ്പോ ഒരു സമൂഹത്തെ, ഒരു ഹൈന്ദവ വിവിധ തലങ്ങളിൽ നിന്ന ഹൈന്ദവ സമൂഹത്തെ ഒരുമിച്ച് ഒരു കുടൽക്കീഴിൽ കൊണ്ടുവരുവാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? നന്ദഗോവിന്ദം ആർക്കും സാധിക്കാത്തതാണ്. അവരെ അത്രമാത്രം നെഞ്ചിലേറ്റി ഒരു തലമുറ, ഇന്നത്തെ തലമുറ. ഞാൻ അവരെ ഇഷ്ടപ്പെടാൻ സാധിക്കും. കാരണം അറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കഞ്ചാവ്, മയക്കുമരുന്ന് ലക്ഷ്യമില്ലാതെ നടക്കുന്ന കുറേയേറെ ആൾക്കാരുണ്ട്. അവരിലേക്ക് ആത്മീയ ചൈതന്യവും ആത്മീയതയും വിളമ്പാൻ, അവരെ ഒരു നല്ല ആത്മീയ ചൈതന്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇവര് കാണിക്കുന്ന ശ്രമത്തെ നമ്മൾ അഭിനന്ദിക്കണം. തീർച്ചയായിട്ടും അതിനെ നമ്മൾ ഇന്ന് അഭിനന്ദിക്കേണ്ടത് ശ്ലാഘനീയമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഷാജി ഞാൻ പറയട്ടെ, ഇവരോടൊപ്പം ഇവിടുത്തെ അമ്മമാര്, മുത്തശ്ശിമാര് ഏറ്റുപാടുവാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഷാജിക്കും എനിക്ക് എത്ര അമ്മമാരെ ഫോൺ വിളിച്ചത്. എന്റെ പൊന്നു ഷാജി, ഞാൻ ദിലീപ് കേസിൽ പോലും എത്രയോ ചർച്ചകൾ വന്നിട്ടുണ്ട്. ഇത്രമാത്രം അമ്മമാര് ഈ നന്ദഗോവിന്ദം ഭജൻസിനെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഈ വീഡിയോ നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസിനെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. അതിൽ വന്ന കമന്റുകൾ, അതേക്കുറിച്ച് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഇവരെ നശിപ്പിക്കാൻ, ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്
പ്രധാനമായും ഭജൻ ഗ്രൂപ്പുകൾ തന്നെ. അതെ. ഈ നന്ദഗോവിന്ദം ഭജൻസ് വന്നതിൽ പിന്നെ മറ്റു പല ഭജന ഗ്രൂപ്പുകൾക്കും അത്യാവശ്യം പണിയൊന്നും പണിയില്ല. ഉള്ള കാര്യമുള്ള പോലെ പറയാം. അവർക്ക് നമ്മൾ എതിരായിട്ട് പറയല്ല. ഇവരുടെ വളർച്ച മറ്റുള്ളവരുടെ സാധ്യതകൾ ഇല്ലാതാക്കി. അവർ നോക്കി നിൽക്കുകയാണ് ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കി നിൽക്കുമ്പോഴാണ് എന്ത് വന്നത്? ഇങ്ങനെ ഒരു നിസ്സാര കാര്യമല്ല, ഉള്ളി തെളിച്ച കാര്യമാണ്. അമ്പലത്തിനുള്ളിൽ പാടിയെങ്കിൽ നമ്മൾ പറഞ്ഞ ശരി 100% ഇവർ വന്ന് ശരിയാണ്, ആചാരവിരുദ്ധമാണ്. ഇതാണ്. മാത്രമല്ല നന്ദഗോവിന്ദം ഭജൻസിനെ തകർക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഇപ്പൊ സംഭവിച്ചെന്താണെന്നറിയോ? ഇവരെ അറിയാത്തവരോട് ഇവരെ അറിഞ്ഞു. മാത്രമല്ല കഴിഞ്ഞ ദിവസം അതിന്റെ മാനേജർ പറഞ്ഞത്, കണ്ണൻ പറഞ്ഞത്, ഈ വിവാദം വന്നപ്പോ ഏതാണ്ട് 13,000 സബ്സ്ക്രൈബേഴ്സ് ആർക്ക് കൂടി. അതായത് ഇവരെ ഈ നശിപ്പിക്കാൻ ശ്രമിച്ചതാണ്. 13,000 സബ്സ്ക്രൈബേഴ്സ് ഇവർക്ക് കൂടുക ചെയ്തു. ഹിറ്റായി. മാത്രമല്ല ഇവര് നവീന്റെ ഫാദർ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവരിപ്പം മെൽബണിൽ മിനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം ഈ പ്രോഗ്രാം നടത്തി. എവിടെയാണ്? ഓസ്ട്രേലിയയിൽ. ടിക്കറ്റ് കിട്ടാനില്ല. അവരവിടെ 8 പ്രോഗ്രാമാണ് ഓരോ പല പ്രദേശങ്ങളായിട്ട് നടത്താൻ. അവിടെ ടിക്കറ്റ് കിട്ടാനില്ല. അതുപോലെ ഇവരെ വൈറലാക്കി കൊടുത്തു. ആര്? ഈ ശത്രുക്കൾ. ഈ ശത്രുക്കളുടെ ധാരണ എന്തായിരുന്നു അറിയാമോ? ഈ ഒരു വിവാദം ഉണ്ടാക്കി ഇവരെ ഇല്ലാതാക്കാന്നായിരുന്നു. പക്ഷെ ചാരത്തിൽ നിന്ന് എഴുന്നേറ്റ ഫീനിക്സ് പക്ഷിയെ പോലെ ഇവര് വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരുന്നു. ഇവർക്കെതിരായി വന്നതെല്ലാം മുല്ലപ്പൂവായി മാറി, മാലയായി മാറി. കേരളത്തിലെ മതേതര മനസ്സ്. ഇവിടെ ഒരു കമന്റ് മറ്റേ ഷാജിക്ക് പറയാനല്ലേ, സുരേന്ദ്രൻ ഒരു കമന്റ് കേട്ടോ സാറേ? എനിക്കത് മനസ്സിലാകുന്നത് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒറിജിനൽ ഐ ഡി ആകാൻ സാധ്യതയില്ല, അതൊരു ഫേക്ക് ഐ ഡി വന്ന ആയിരിക്കാൻ സാധ്യത. പുള്ളി പറഞ്ഞിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഈ പള്ളികളോട് കൂടി പള്ളിക്കൂടം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ വ്യാപകമാക്കിയതും അതെല്ലാം ഈ പള്ളിയുടെ കീഴിലുള്ള ഈ ഒരു സംവിധാനങ്ങളായിരുന്നു എന്ന് പറഞ്ഞതിന് കേരളത്തിൽ അതെ അതിന് മുമ്പ് തുടക്കം പറഞ്ഞു. അപ്പൊ അത് പുള്ളിക്ക് ഇഷ്ടപ്പെടാതെ പുള്ളി പറഞ്ഞ ഗുരുകുലം എന്ന് പറഞ്ഞത് നിനക്കൊന്നും അറിയത്തില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു ഇതിട്ടുണ്ട്. അതുകൊണ്ട് സുരേന്ദ്ര അല്ലെങ്കിൽ ഫേക്ക് സുരേന്ദ്രന്മാരെ ഒരു കാര്യം പറയാനുള്ള കാര്യം, ഗുരുകുലം എന്ന സമ്പ്രദായം ഇവിടെ ഉണ്ടാകുന്നത് BC 1500-കളിൽ ആണ് ആരംഭിച്ചത്. അതായത് ക്രിസ്തുവിനും 1500 വർഷങ്ങൾ മുമ്പാണ് ആരംഭിച്ചത്. അന്നെന്ന് പറഞ്ഞാൽ ഗുരുവിന് ഇഷ്ടപ്പെട്ടവരെയും ഗുരുവിന്റെ വീട്ടിൽ താമസിപ്പിച്ച് ഗുരുവിന് ദാസ്യവേല ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് ഗുരുകുലം എന്ന് പറയുന്നത്. എല്ലാവർക്കും വിദ്യാഭ്യാസം ഇല്ല. ഈ ഇതിനെക്കുറിച്ച് ഗുരുകുലത്തെ കുറിച്ച് ഈ സുരേന്ദ്രനെ എത്രയെന്ന് നമുക്ക് അറിവില്ല എങ്കിൽ പറയും, ഞങ്ങൾക്ക് അറിയാവുന്ന അറിവാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പക്ഷേ ഈ സാധനം പോയിട്ട് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 1835 തോമസ് ബാമിങ്ടൺ മെക്കാള എന്ന് പറയുന്ന പ്രഭു, നമ്മൾ മക്കാള പ്രഭു എന്ന് മാത്രമേ കേട്ടുള്ളൂ, അത് വിശദീകരിച്ച് പറഞ്ഞു. അപ്പൊ ആ ഒരു പ്രഭു കൊണ്ടുവന്ന മെക്കാള മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് പുള്ളി പ്രധാനമായിട്ടും പറഞ്ഞത്, രക്തവും നിറവും ഇന്ത്യക്കാരന്റെ ആണേലും സംസ്കാരവും ഇംഗ്ലീഷ് ഭാഷയും ബ്രിട്ടീഷുകാരന്റെ ആവണം ഇന്ത്യക്കാരനും എന്ന് തീരുമാനിച്ചുകൊണ്ട് പുള്ളി തയ്യാറാക്കി കൊടുത്ത റിപ്പോർട്ടിന്മേലാണ് ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഇതുണ്ടാകുന്നത്. ഈ മെക്കാള പ്രഭു 1834 മുതൽ 1838 വരെ ഇവിടെ ഇന്ത്യ സേവനം അനുഷ്ഠിച്ചിരുന്നു. പുള്ളിയാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഈ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ തുടക്കക്കാരൻ. മാത്രമല്ല 1860 നമ്മുടെ ഇവിടെ നിയമമായ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ഈ ലോ കമ്മീഷന്റെ മെമ്പറും ചെയർമാനും ഒക്കെ ആയിട്ടിരുന്ന ഒരു മനുഷ്യനാണ് ഈ മക്കാള പ്രഭു. അപ്പൊ അദ്ദേഹം തുടങ്ങി വെച്ചത്, പിന്തുടർന്ന് വന്നത് ഈ പറഞ്ഞ ഗുരുകുലംകാരല്ല, ഇവിടെയുള്ള ക്രിസ്ത്യൻ മിഷണറിമാരോ അല്ലെങ്കിൽ സഭകളോ അല്ലെങ്കിൽ അച്ഛന്മാരോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളോ ആണ്. പക്ഷെ അവര് മാത്രമാണോ ഇപ്പോഴെന്ന് ചോദിച്ചാൽ അല്ല. ഇന്നിപ്പം ഭൂരിപക്ഷം ഇതും ഈ മറ്റു സംസ്ഥാന പല രാഷ്ട്രീയ പാർട്ടികളുടെയും കെയർ ഓഫിൽ പലരും ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി വിദ്യാഭ്യാസം ഉന്നത നിലവാരത്തിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഷാജി, പുതിയ തലമുറയ്ക്ക് പഴയ കാര്യങ്ങൾ അറിയില്ല, കാരണം ചരിത്രം പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ, ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കൊണ്ടുവന്ന അറിവിലേക്ക് നയിക്കാൻ ഒരു തലമുറയുണ്ട്. കേരളത്തിൽ കൊണ്ടുവന്നത് ചാവറയച്ചനാണ് അതിന്റെ പിന്തുടർ അവകാശിയായിട്ട്. ഏതാ പള്ളിക്കൂടം എന്ന വാക്ക് ചാവറയച്ചന്റെയാണ്. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ എറണാകുണ്ടിട്ട് മലയാള ഭാഷയ്ക്ക് ചെയ്ത സംഭാവന, ഒരു സായിപ്പ് ചെയ്ത സംഭാവന, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഏറ്റവും നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം കൂടെ പറയാം പ്രേക്ഷകരോട്. അതായത് ഇവര് കുറച്ചുപേരേ ഉള്ളൂ ഇവർക്കെതിരായിട്ട് ഈ ഗ്രൂപ്പിലുള്ളൂ. ഇവരെല്ലാ വീഡിയോയിലും, നമ്മുടെ വീഡിയോ ആൾക്കാരുടെ ഉൾപ്പെടെ ഇവരെല്ലാ വീഡിയോയിലും കമന്റ് ഇടുന്നത് ഒരേ ആൾക്കാരാ. ശ്രദ്ധിച്ചോണം, ഇതൊരു PR വർക്കാണ്. നന്ദഗോവിന്ദം ഭജൻസിനെ ഇല്ലാതാക്കാനുള്ള PR വർക്കാണ് ഇവിടെ നടക്കുന്നത്. കാരണം എന്താ, നിങ്ങൾ ശ്രദ്ധിച്ചു, ഇത് കേൾക്കുന്ന പ്രേക്ഷകര് ഏത് വീഡിയോയിൽ പോയി നോക്കിയാലും അറിയാം, കമന്റിൽ പേസ്റ്റ് ചെയ്തിട്ടേക്കുക ഒരേ ആൾക്കാർ തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് എന്താണ് ഇത്ര താല്പര്യം?
അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ഇവരെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ക്രിസ്തീയ പാട്ട് പാടിയതിന് പേരിൽ ഇവിടെ ലോകം ഒന്നും ഇടിഞ്ഞു വിടില്ല, ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായില്ല, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ മറിച്ച് ഇവിടെ ഒരു അരാജകത്തെ ഒരു വർഗീയത ഉണ്ടാക്കി അതുവഴി നന്ദഗോവിന്ദം ഭജൻസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നന്ദഗോവിന്ദം ഭജൻസ് ക്രിസ്തീയ പാട്ടാന്ന് പറഞ്ഞിട്ട് പോലും പലർക്കും മനസ്സിലായിട്ടില്ല. അവര് പറഞ്ഞില്ലേ ആർക്കും ഇത് ക്രിസ്തീയ പാട്ടാന്ന് മനസ്സിലാകത്തില്ല. ഈ കീർത്തനം ഒരു ഹൈന്ദവ കീർത്തനത്തിന് എല്ലാ ജോണറും ഉള്ളതാണ്. അതെ, ഒരു കാര്യം പ്രേക്ഷകർ കേട്ടോ, ഇത് ഞാൻ പറയുന്നത് കൃത്യമാണ്. അതിന്റെ ഒരു 4 സെക്കൻഡ് ഞങ്ങൾ ഇത് കാണിക്കുന്നുണ്ട്. അതായത് ശിവന്റെ അമ്പലത്തില് എവിടെയാണ്, അഴിമല ശിവ ടെമ്പിളില് മഹാദേവന്റെ സ്റ്റാച്യൂല്, അപ്പൊ അഴിമല ശിവക്ഷേത്രത്തില് ഈ കഴിഞ്ഞ വിഷുവിന് ഒരു റീൽ ഇറക്കി. ഈ മഹാദേവന്റെ പ്രതിമയെ വെച്ച് സ്റ്റാച്ചു വെച്ച് അവിടുത്തെ ഭക്തജനങ്ങൾ ഇറക്കിയ റീലില് ഏത് പാട്ടാ ഉപയോഗിച്ചെന്നറിയാമോ? ഈ പാട്ടാ, ഈ ക്രിസ്തീയ പാട്ടാണ്, ഇപ്പൊ കേൾക്കുന്ന പാട്ടാണ്. ഞങ്ങൾ അതിന്റെ ഒരു 4 സെക്കൻഡ് കൂടുതൽ കാണിച്ച കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ടാണ് 4 സെക്കൻഡ് കാണിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത് ക്രിസ്തീയ പാട്ടാണോ എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. ഇവരിത് നന്ദഗോവിന്ദം ഭജൻസിന് എന്തെങ്കിലും കൂടെ ലക്ഷ്യമുണ്ടെങ്കിൽ അത് പറയേണ്ട കാര്യമുണ്ടില്ല. ഇവർ ഓപ്പൺ ആയിട്ട് അവിടെ ഇരുന്ന ആൾക്കാരോട് ചോദിച്ചു, അവരുടെ ഇരിക്കുന്ന പ്രേക്ഷകർ പറയുന്നു നിങ്ങൾ പാടിക്കോളാൻ. ഒരാൾ പോലും അവർക്ക് എന്ത് ചെയ്തില്ല, നോ എന്ന് പറഞ്ഞിട്ടില്ല. പ്രേക്ഷകർ പറഞ്ഞിട്ടില്ല, അമ്പല കമ്മിറ്റി അനുവദിച്ചു. പിന്നെ ആർക്കാണ് ചെയ്യണം? എടാ, ഞമ്മാന്റെ പോലീസ് ഞമ്മാനെ തല്ലിയ നിങ്ങൾക്ക് എന്നാ കോൺഗ്രസ് എന്ന് ചോദിച്ച പോലെ പിന്നെ ആർക്കാണ് ഈ കുരു പൊട്ടിയത്? ഈ ആട് മൂവിക്കകത്ത് ജയസൂര്യ ചോദിക്കുന്നുണ്ട്, മരുന്ന് നിറച്ചവനും തിരി കൊളുത്തിയവനും ഒന്നും കുഴപ്പമില്ല, വെടിശബ്ദം കേട്ടവനാ കുഴപ്പം. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പം വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചട്ടുകമാകാൻ ആരെ കിട്ടില്ല? പ്രധാന പോയിന്റ് അത് നന്ദഗോവിന്ദ ഭജൻസിനെ കിട്ടില്ല. കാരണം ഞാന് നവീനുമായിട്ട് ഒരു 2-3 മാസം മുമ്പ്, നവീൻ ഇതിലെ ലീഡിങ് സിംഗറാണ് നവീൻ മോഹൻ. നവീന്റെ വീട്ടിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഞാനും കൊണ്ട് ബിജു കെ ജയൻ, നമ്മുടെ ഈ പറഞ്ഞ രാധതൻ പ്രേമത്തോട്, അത് ജയവിജയുടെ മ്യൂസിക്കാണ്. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ, ജയവിജയുടെ മൂത്ത മകൻ ബിജു കെ ജയനും ഞാനും നവീന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോ സന്ദർഭവശാൽ സംസാര മധ്യേ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് അങ്ങോട്ട് കയറി പറഞ്ഞു, നിങ്ങളെ ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഭക്തജനങ്ങള് മുഴുവൻ ആൾക്കാരും നിങ്ങളെ സ്വീകരിക്കുകയാണ് ഇരു കൈ നീട്ടി. അപ്പോൾ നിങ്ങൾ ഒരു രാഷ്ട്രീയ കക്ഷിയോട് എന്ത് പാടില്ല, ആഭിമുഖ്യം ചെയ്യരുത്. ചെയ്താൽ എന്ത് ചെയ്യും? 2 കൂട്ടരെതിരാവും. സ്വാഭാവികല്ലേ? അല്ല സാറേ, ഇവിടെ അവര് ചെയ്യുന്നില്ല. ചില സിനിമയ്ക്ക് ചില റിലീസിംഗ് ഡേറ്റുകളിൽ എതിർ നായകസ്ഥാനത്തുള്ളവര് ആളെ കാശ് കൊടുത്ത് കയറ്റി സിനിമ കൂവിക്കുക എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ പരമപവിത്രമാമി മണ്ണിൽ നിന്നുള്ള ആ ഒരു ഗണഗീതം, അത് RSSകാർ എഴുതിയാണെന്ന് പറയുന്നു. അവരതിന്റെ എഴുതിയ ആളുടെ പേരോ അവരതിന് സംഗീതം കൊടുത്ത ആളെ പോലും ഇതുവരെ പബ്ലിഷ് ചെയ്യത്തില്ല. RSSന്റെ ഒരു രീതി അതാണ്. ആ പാട്ട് എത്രയോ ഭാരത ഭൂമിയെ കുറിച്ച് എത്രയോ മനോഹരമായ വരികൾ, ഒരു ജാതി മതം ഒന്നുമല്ല. ഇവിടെ ഇത് വിവാദമാക്കിയില്ലേ, ട്രെയിനിൽ ആ കുട്ടികൾ പാടിയെന്നും പറഞ്ഞു. അതെ, ഇതെന്തിനാണ് ഇങ്ങനെ കുറെ പേര് ഇതിനെ കുത്തിത്തിരിക്കാൻ? ജാതീയത ഉണ്ടാക്കി അതിലൂടെ വോട്ട് വാങ്ങി അധികാരത്തിൽ എത്താനുള്ള കുറുക്ക് വഴി. ഒരിക്കലും ഇത് ജനങ്ങൾക്ക് നന്മ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? രാഷ്ട്രീയം കളിക്കാൻ. സാമൂഹ്യ പ്രവർത്തനം. മഹാത്മാഗാന്ധി എന്ത് വർഗീയത പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായത്? ഒരു വർഗീയത പറയാനുണ്ടായത്. അദ്ദേഹം എന്നും സ്മരിക്കപ്പെടും. ഈ വർഗീയത പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഈ വർഗീയത ഉണ്ടാക്കിയത് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മനുഷ്യരാണ് മതം ഉണ്ടാക്കിയത്, മതം ദൈവങ്ങളെ ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മതവും ഒക്കെ എന്താണ്? ദൈവത്തെ വിളിക്കാൻ ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ഹൈന്ദവനായാലും ഇസ്ലാം ആയാലും ക്രിസ്ത്യാനി ആയാലും ദൈവത്തെ വിളിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാത്രമേ മതത്തെ ഉപയോഗിക്കാവൂ. ദൈവം എന്നത് ഒരു ശക്തിയുള്ളൂ. പിന്നെ ഈ കമന്റ് ഒക്കെ ഇടുന്നവരെ ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങള് ചിന്തിക്കുന്നിടം മാത്രമാണ് ശരി, അതങ്ങനെ സമൂഹം ചിന്തിച്ചാൽ മതി എന്നുള്ള നിങ്ങളുടെ നിർബന്ധ ബുദ്ധി കൊള്ളത്തില്ല. ഞങ്ങള് 2 വശവും ചിന്തിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങള് അന്തസ്സായിട്ട് പറഞ്ഞു, ക്ഷേത്രത്തിനകത്ത് പാടിയിരുന്നെങ്കിൽ തെറ്റായിരുന്നു, ക്ഷേത്രത്തിന് പുറത്ത് പാടിയെന്നാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ക്ഷേത്രത്തിനകത്തെ ആചാരങ്ങൾ വേറെ. അപ്പൊ ചെരുപ്പിട്ട് കയറാൻ പറ്റത്തില്ല ക്ഷേത്രത്തിനകത്ത്. പുറത്ത് ഗാനങ്ങൾ വെക്കുന്നവർക്ക് ചെരുപ്പിട്ടുണ്ടെന്ന് കേൾക്കാം, അതൊരിക്കലും തെറ്റല്ല. അപ്പൊ ഇതൊന്നും അല്ലെന്നേ, ഇവരുടെ ഉദ്ദേശം അതൊന്നും അല്ല. ഈ നന്ദഗോവിന്ദം ഭജൻസിനെതിരെ രാഷ്ട്രീയപരമായ ഒരു നീക്കം നടന്നിട്ടുണ്ട്. കാരണം ഇവര് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് അവർ ചെല്ലില്ല. അവർക്ക് നന്ദഗോവിന്ദം ഭജൻസിന് ഒരു രാഷ്ട്രീയമില്ല, ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നവീന്റെ മുത്തച്ഛൻ ആരായിരുന്നു എന്നറിയോ? പറഞ്ഞുതരാം. കോട്ടയത്തെ കോൺഗ്രസിന്റെ DC മെമ്പറായിരുന്നു. ആര്? നവീൻ മോഹന്റെ പിതാവിന്റെ പിതാവ്. ശരി, ഗ്രാൻഡ് ഫാദർ കോട്ടയത്തെ DCC മെമ്പറാ കോൺഗ്രസ്. അതുകൊണ്ട് നവീൻ കോൺഗ്രസ്സുകാരനോ? അല്ലല്ലോ.
അവരാരും ഒരു രാഷ്ട്രീയത്തിനുമില്ല. അവർക്ക് വേണ്ടത് എന്താണ്? ഭജന ഗ്രൂപ്പാണ്. അവർ കീർത്തനം പാടുന്നു, ദേവിയെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, ഈശ്വരനെ ധ്യാനിക്കുന്നു. ഒരു തലമുറയെ, ഇന്നത്തെ തലമുറയെ, മുത്തശ്ശിമാരെ, മധ്യവയസ്കരെ, അമ്മമാരെ എല്ലാം, ഇപ്പോഴത്തെ കുട്ടികളെ എല്ലാം അമ്പല മൈതാനത്ത് കൊണ്ടുവന്നിട്ട് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഭക്തി മാർഗത്തിലേക്ക് അവർ ആരെ നയിക്കുന്നു? ഈ പൊതു സമൂഹത്തെ നയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരോട് നിൽക്കുന്നത്. അവർ സമൂഹത്തെ നശിപ്പിക്കുകയല്ല, സമൂഹത്തിന് നേർവഴി കാണിച്ചു കൊടുക്കുന്നു, ഈശ്വരനെ അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അവരോടൊപ്പം എന്ത് ചെയ്യാണ്? പ്രേക്ഷകർ പാടി ആനന്ദിച്ച് ഈശ്വരനെ വിളിച്ചു വരുത്തുകയാണ്. ആ സമയത്ത് അവർക്ക് കിട്ടിയ വൈബ്, അവർക്ക് അതിനുവേണ്ടി കിട്ടിയിരിക്കുന്ന ഒരു വലിയ പോസിറ്റീവ് എനർജി ഉണ്ട്. അവിടെ ഒരു ദിവ്യ ചൈതന്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവർ പാടുന്ന സ്റ്റേജുകളിൽ പ്രത്യേക ഒരു ഐശ്വര്യമാണ്. അവിടെ ഒരു ദൈവത്തിന്റെ ഒരു എന്താ പറയുക, ഒരു കയ്യൊപ്പ്, ദൈവത്തിന്റെ ഒരു ചൈതന്യം, ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കറിയാം, എനിക്ക് 100-150 അമ്മമാർ എന്നെ വിളിച്ചു. ഷാജിയെ വിളിച്ചത് ഷാജി എന്നോട് പറഞ്ഞു. എത്ര പേരാണ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് വിളിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്തിരിക്കുന്നത്, ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണേ, ഞങ്ങളുടെ മക്കളെ നിങ്ങൾ എന്താ അവരെ മറ്റുള്ളവർക്ക് വേട്ടയാടാൻ കൊടുക്കരുതേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം എന്താ പറയാ, ഇത്ര ആത്മാർത്ഥമുള്ള അമ്മമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഒരു ചുക്കും ഞാൻ ആർക്കും പറ്റില്ല. മാത്രമല്ല, നന്ദഗോവിന്ദം ഭജൻസിനെ തകർക്കാൻ ശ്രമിച്ച ഗൂഢശക്തികളോട് പറയട്ടെ, നിങ്ങൾക്കപ്പുറം അവർ വളർന്നു. നിങ്ങൾ അവരെ വിമർശിക്കാൻ അവകാശമുണ്ട്. നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ട് ഈ കൂടോത്രത്തിനും അന്ധവിശ്വാസത്തിനും എതിരെ. അതെ, നിങ്ങൾ അതൊന്ന് കാണും. ഞങ്ങൾ അതിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കുക, അതിനെതിരെ പ്രതികരിക്കുക. ഇങ്ങനെയുള്ള കൂടോത്രക്കാരെയും അന്ധവിശ്വാസക്കാരെയും കള്ളപ്പാർഷന്മാരെയും അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്വാമിമാരെയും നിങ്ങൾ എതിർക്ക്. അത് സമൂഹ നന്മയ്ക്കാണ് ഞങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്തത്. ആ വീഡിയോ നിങ്ങളത് കാണും. ഞങ്ങൾ ഇവിടെ ജാതി പറയാനല്ല വന്നത്. ഞങ്ങൾ സമൂഹത്തിന് ജാതി മതം വർഗത്തിന് അപ്പുറത്തായി നാം മനുഷ്യർ ഒന്നാണെന്നും ഇത് നമ്മൾ ഒരുമിച്ച് നന്മയിലേക്ക് പോകണം. ഇവിടെ വർഗീയ കലാപം, കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായാൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. ഇവിടെ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടത്തില്ല. ഇവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് എല്ലാ മതങ്ങളും സ്നേഹത്തോടെ പരസ്പരം സ്നേഹിച്ചു പോകുന്നത് കാണാനാണ്. ഈ അടുത്ത നാളിൽ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, കുംഭകോണം പോയി 10-ാം മതയത്തിന് പോയിട്ട് മടനാട് പള്ളിയിൽ ചെന്നു അല്ലേ, അവിടെ ചെന്ന് തുള്ളി. അതാണ് ഞങ്ങളുടെ നാട്. അങ്ങനെ ആയിരിക്കണം എല്ലാ നാടും. നമുക്ക് പരസ്പരം സ്നേഹിക്കണം. പിന്നെ ഒരു കാര്യം, എല്ലാവരും ഉള്ളതാണ് മലയാള മണ്ണിന്റെ ഈ വർഗീയത പറയുന്നത്. അതിന്റെ പിന്നിലെ ലക്ഷ്യം, ഗൂഢലക്ഷ്യം നമുക്കറിയാം. വിവരം ബോധമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. രാഷ്ട്രീയമാണ്, വോട്ടാണ്. നമുക്കതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് രാഷ്ട്രീയം, സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ നല്ല പ്രവർത്തനം നടത്തി അവർ കൂട്ടുപിടിച്ചോട്ടെ, നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലെ. പക്ഷേ ജാതി പറഞ്ഞ് മനുഷ്യനെ പലതരത്തിലാക്കി, മനുഷ്യനെ ചോരയും നീര് ഊറ്റിക്കുടിച്ച് മനുഷ്യനെ മറ്റൊരു ജാതിപര ചിന്തകൾ എല്ലാവരിലും ഉണ്ട്. എല്ലാവരും നമ്മുടെ വിവാഹം, ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, വിവാഹം, മരണമാനത്തിന്റെ ചടങ്ങുകള്, ഇതൊക്കെ നിങ്ങൾ നടത്തിക്കൂ. നിങ്ങളുടെ മതാചാരങ്ങൾ നിങ്ങൾ അങ്ങനെ നടത്തിക്കൂ. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ നടത്തുന്നത്. അതിനൊന്നും അല്ല ഇവിടെ പറയുന്നത്. അതിനെ വളച്ചൊടിക്കരുത്. ഞങ്ങള് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊരു കലയാണ്. ആ കല ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ എല്ലാവർക്കും ഭക്തിമാർഗമായ അത് അവരുടെ സ്വാതന്ത്ര്യം അവർ ചെയ്യുന്നു. കേൾവിക്കാരന്റെ സ്വാതന്ത്ര്യത്തിന് അവർ കേൾവിക്കാരോട് ചോദിക്കുന്നുണ്ടോ? അതിന് പാടിക്കോട്ടെ, പാടട്ടെ, കൈയടിക്കുകയാണ്. ആ അനുവാദത്തോടുകൂടി പാടിയതും കേട്ടവർക്കും പാടിയവർക്കും കുഴപ്പമില്ല. അനുവാദം കൊടുത്ത അമ്പല കമ്മിറ്റിക്ക് കുഴപ്പമില്ല. നവീൻ പറയുന്നു, ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളില്, എന്റെ ടീച്ചർമാർ അവരുടെ ബന്ധുക്കളും വന്നിരിക്കുന്നു. ഞാൻ 10-ാം ക്ലാസ് പഠിച്ചതും +2 പഠിച്ചത് നമ്മുടെ ഹോളി ഫാമിലി, അത് ക്രിസ്ത്യൻ സ്കൂള്. +2 പഠിച്ചത് എം ജിയിലാണ് +2 പഠിച്ചത്. 10-ാം ക്ലാസ് വരെ ഹോളി ഫാമിലി പഠിച്ചു. എം ഡിയിലാണ് MD സംവിധാനം മർത്തോമ സഭയുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളത്. ഡിഗ്രി പഠിച്ചത് എവിടെയാണ്? CMS കോളേജിൽ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നിങ്ങൾ കാരണം ഒരു ഗുണം കിട്ടി. നവീൻ ഒന്നാമത് തന്നെ ഇവർക്ക് ഈ പ്രോഗ്രാം, ഇഷ്ടംപോലെ പ്രോഗ്രാമാണ്, കലണ്ടറിൽ എണ്ണി തരാമല്ലോ. എല്ലാ വ്യാഴാഴ്ചയാണ് നവീൻ പോകുന്നോണ്ടിരുന്നത്. ഗൾഫിൽ ജോലിയായിരുന്നു, ആ ജോലി ഉപേക്ഷിക്കാണ്. ഇപ്പോ നവീന് വൈഫും മക്കളെയും കൂട്ടി കോട്ടയത്ത് താമസമാക്കുകയാണ്. അങ്ങനെ പ്രോഗ്രാം അതിന്റെ ബാഹുല്യം കാരണം, തിരക്ക് കാരണം. അപ്പൊ അതുകൊണ്ട് അവർ വളർന്നതേ ഉള്ളൂ. നിങ്ങൾ വെറുതെ നിങ്ങളുടെ മോഹം തളരത്തേ ഉള്ളൂ. നിങ്ങൾ തളരത്തേ ഉള്ളൂ. കാരണം നിങ്ങളുടെ ഭാഗത്ത് നന്മയില്ല. നന്മയുള്ളിടത്ത് ഈശ്വരൻ പ്രസാദിക്കും കേട്ടോ. നമുക്ക് വേണ്ടത് വി ആർ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യത്വത്തോടെ പരസ്പരം സ്നേഹിച്ചു പോകണം. ദൈവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. നമുക്ക് പ്രാർത്ഥിക്കുവാനും നമുക്ക് നമ്മുടെ സങ്കടം പറയാനും നമുക്കുള്ളൊരു ഒരു ഏക പോയിന്റാണ് ദൈവം. മറിച്ച് അതിലേക്ക് നമ്മൾ വർഗീയത കലർത്താതെ എല്ലാ മതങ്ങളും എല്ലാ ദൈവങ്ങളെയും നമ്മൾ ബഹുമാനിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോവുക. ഈ നന്ദകുന്ദം ഭജൻസിനെ തകർക്കാനായിട്ട് നീയല്ല, നിന്റെയൊക്കെ എന്ന് അതിന് പറയണമെന്ന് അറിയില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം കിടന്ന് തട്ടിട്ട് തുള്ളിയാലും ഈ കമന്റ് ബോക്സിൽ ഒരേ ആൾക്കാരാണ് എല്ലാ വീഡിയോയിലും നിന്ന് കമന്റ് പറഞ്ഞത്, കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുക. ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ പട്ടി കുരച്ചാൽ KK എക്സ്പ്രസ് എവിടെ നിർത്തത്തില്ല.
പട്ടി കുരച്ചാലും KKS ബസ് ഡൽഹി പോയേ നിക്കത്തുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നന്മയുടെ ഭാഗത്ത് നിൽക്കാം. നന്മയ്ക്ക് വേണ്ടി നമുക്ക് പോരാടാം. നമ്മൾ നന്മയ്ക്ക് വേണ്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? നമുക്കൊരു സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത്. സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചത്. അപ്പൊ നമുക്ക് എന്തായാലും പറയാ, ഷാജി പറഞ്ഞ പോലെ സനാതന നിയമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ധർമ്മം. അതെ. അപ്പം ലോക സമസ്ത സുഖനോ ഭവന്തു. താങ്ക് യു സോ മച്ച്.